മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. എന്നാൽ ചില ആപ്ലിക്കേഷൻസ് മറ്റുള്ളവർ തുറന്നു നോക്കരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു കിടിലം ആപ്പ് ലോക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് മറ്റുള്ളവർക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ലോക്ക് സിസ്റ്റമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ആപ്പ് ലോക്ക് ആയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ടു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ താഴെ സെറ്റ് യുവർ പിൻ എന്ന ഈ ഒരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു പിൻ നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1234 എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും അതേ പിൻ നമ്പർ തന്നെ കൊടുക്കുക 1234. എന്നിട്ട് ഇവിടെ കൺഫേം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ വോളിയം കീ പാറ്റേൺ എന്ന ഈ ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ സീക്രട്ട് കോഡ് കിടക്കുന്നത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് വോളിയം കീ ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് വോളിയം അപ്പ് കീ 2 പ്രാവശ്യവും അതുപോലെ തന്നെ ഡൗൺ കീ 2 പ്രാവശ്യവുമാണ്. കണ്ടോ, അപ്പ് കീ 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഡൗൺ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ നിങ്ങൾ കൺഫേം ഇവിടെ കൊടുക്കുക, പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ അപ്പ് കീ 2 പ്രാവശ്യം ഡൗൺ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്തു. എന്നിട്ട് താഴെ കാണുന്ന കൺഫേം എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ വിർച്വൽ ബട്ടൺ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇത് റൈറ്റ് സൈഡ് തന്നെയാണ് വേണ്ടത്, അതിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട. സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഇവിടെ താഴെ കണ്ടിന്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓവർലേ പെർമിഷൻ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണും. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ ഓഫിലായിരിക്കും ഉണ്ടാകുക, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ആക്സസിബിലിറ്റി സർവീസ് അത് ആവശ്യമില്ല. ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴെ കണ്ടിന്യൂ വീണ്ടും കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഗോ ഇറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നോട്ട് പാഡാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി സൂക്ഷിക്കാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ പോലെ നമ്മൾ നോട്ട് പാഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക അതുപോലെ നമുക്കിവിടെ പലതും എഴുതിയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, വീണ്ടും നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ സേവ് ആയി കിടക്കും. അത് നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കാം. നമ്മൾ എഴുതിയതൊക്കെ ഇവിടെ സേവ് ആയി കിടക്കുകയും ചെയ്യും. ഇനി നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് പോയിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാലും സാധാരണ നോട്ട് പാഡ് പോലെ തന്നെ നമ്മൾ എഴുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നമുക്കിതിൽ പ്രത്യേകതകളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു വോളിയം കീ, അതായത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തത് വോളിയം അപ്പ് കീ 2 പ്രാവശ്യവും ഡൗൺ കീ 2 പ്രാവശ്യമാണ്. അവിടെ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അക്സെപ്റ്റ് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കണം. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഗോ ഇറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഈ ഒരു ലോക്ക് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അത് ലോക്ക് ആയിട്ടുണ്ട്. ഇവിടെ ബ്ലാക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്പെറൻറ്റ് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കസ്റ്റം, നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പിൻ നമ്പർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ വോളിയം പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെൽഫി എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. തെറ്റായ പാസ്വേഡ് കൊടുക്കുമ്പോൾ ഇവിടെ സെൽഫി എടുക്കും. പക്ഷേ അത് പ്രീമിയം വെർഷൻ ഉള്ളവർക്ക് മാത്രമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രീമിയം പർച്ചേസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൽ നിന്ന് ബാക്ക് വരികയാണ്. ഇത് സംഭവം ലോക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്ക് വന്നിട്ട് ഞാൻ ആമസോണിൻ്റെ ആപ്ലിക്കേഷൻ ഞാനിവിടെ തുറക്കാൻ പോവാണ്. ആമസോൺ ആപ്പ് തുറക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് കാണുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇവിടെ സ്ക്രീനിൽ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമുക്ക് ഉപയോഗിക്കാനേ സാധിക്കില്ല. നമ്മൾ കൊടുത്ത ആ ഒരു പാസ് കീ തന്നെ ഇവിടെ എൻ്റർ ചെയ്യണം. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നിട്ട് വീണ്ടും തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടെ ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണുക. ഞാനിപ്പോൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ് കീ വോളിയം കൺട്രോൾ അപ്പ് കീ 2 പ്രാവശ്യം ഡൗൺ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ കൃത്യമായിട്ട് ഇത് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ,
ഇനി ഈ ആപ്ലിക്കേഷനിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് തുറക്കുമ്പോഴും അത് ബ്ലാക്കിൽ തന്നെ പോകും. കണ്ടോ, പിന്നെയും ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ കൊടുത്ത ആ ഒരു പാസ് കീ കൃത്യമായിട്ട് എൻ്റർ ചെയ്താൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള ഏതൊരു ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് സീക്രട്ട് ലോക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.